ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ടണൽ അക്വേറിയം കണ്ടാലോ? ട്രിവാൻഡ്രത്തും പത്തനംതിട്ടയിലൊക്കെ വന്നപ്പോഴും എന്താ സംഭവം എന്നറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഇവിടെ മാവേലിക്കരയിൽ വരുന്നു എന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. എന്നാൽ പിന്നെ ഒന്ന് കയറിക്കളയാം എന്ന് കരുതി. ഇവിടത്തേക്കുള്ള ഒരാളുടെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. ശരിക്കും ഈ 100 രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല. കാരണം നല്ല വേർത്തിയാണ്. കുട്ടീസൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരം വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് പല നിറത്തിലുള്ള വിഡോ ഫിഷിനെയാണ്. നമ്മുടെ ഗോൾഡ് ഫിഷ് പോലെ ഗോൾഡ് ഫിഷ് പോലെ ഉണ്ട്, പല നിറത്തിലുണ്ട്. ഇത് നല്ല ഭംഗിയാണ് കാണാനും. ഈ വിഡോ ഫിഷ് മാത്രമല്ല കേട്ടോ, പല വലിപ്പത്തിലുള്ള കോഴിക്കാർപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. കടലിലും ഫ്രഷ് വാട്ടറിലും ഒരുപോലെ കാണുന്ന ഈലെന്ന് പറയുന്ന ഫിഷ് ഉണ്ടായിരുന്നു. ഷാർക്ക്, പിരാന, വൈറ്റ് പിരാനയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. സീബ്ര സിലോപ്പിയ ഉണ്ട്. പിന്നെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷ് ആയിട്ടുള്ള അലിഗേറ്റർ ഗാർഡ് ഉണ്ടായിരുന്നു. വൈറ്റ് ഓസ്കാർ ഉണ്ടായിരുന്നു. പിന്നെ വേൾഡിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷ് ആയിട്ടുള്ള അരാപ്പൈമ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ടണലിൻ്റെ മുകളിൽ കൂടിയൊക്കെ അരാപ്പൈമ ഒരുപാട് ഇങ്ങനെ നീന്തി പോകുന്നത് കാണാമായിരുന്നു. ഏഞ്ചൽ ഫിഷ് ഉണ്ടായിരുന്നു, ഗൗരാമി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിവിധ തരത്തിലുള്ള ഫിഷിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒരു ടണലിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീല് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് ആദ്യം തൊട്ടേ എനിക്കുള്ളൊരു സംശയമായിരുന്നു എങ്ങനെയാണ് ഇതിനെയൊക്കെ ഫീഡ് ചെയ്യുക എന്നുള്ളത്. തന്നെയല്ല, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഇത്രയും ഫിഷിനെയും ഇത്രയും ജീവികളെയും കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാലും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ എക്സ്പെൻസീവുമാണ്. കുറേയൊക്കെ അങ്ങ് ചത്തു പോവുമായിരിക്കും. പിന്നെ സർവൈവ് ചെയ്യുന്ന കുറേ എണ്ണം കാണുമായിരിക്കും. അങ്ങനെ ആയിരിക്കാം. ഇവിടെ വരാൻ ഏറ്റവും ത്രില്ലടിച്ചത് ഋഷിയായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ദുബൈയിൽ UAE പോയ സമയത്ത് അവിടെ ദുബൈയിലെ ടണൽ അക്വേറിയവും വാട്ടർ സൂവും അണ്ടർ വാട്ടർ സൂ ഉണ്ട്, അതും കാണാനായിട്ട് പോയിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 കോടി ലിറ്റർ വെള്ളവും ഏകദേശം 48 മീറ്ററോളം നീളവുമുള്ള ഒരു വലിയ അക്വേറിയമായിരുന്നു അത്. മുതല ഉൾപ്പെടെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജലജീവികളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ചാർജ് ചെയ്തിരുന്നത് 299 ദിറംസ് ആയിരുന്നു. ഇവിടെ നമ്മൾ 100 രൂപയ്ക്ക് ഇത്രയും ഒരു കാണാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിഷ് മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള ബേർഡ്സും പെറ്റ് ആനിമൽസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കൂടിൻ്റെ പുറത്ത് അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാരറ്റ്സ് ആയിരുന്നു. പല ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് തോന്നുന്ന പാരറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പലതരം ഇഗ്വാനകളുണ്ടായിരുന്നു. പിന്നെ യെല്ലോ ഇഗ്വാനയും ഗ്രീൻ ഇഗ്വാനയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഇഗ്വാനയൊന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് നേരം നിന്നില്ല കേട്ടോ. നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്ന പലതരത്തിലുള്ള റാറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടൈപ്പിലെ റാറ്റുകൾ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പല ജീവികളും ഞാൻ ശരിക്കും ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. പക്ഷേ ഋഷി ഇതിലെല്ലാം നല്ല കണ്ട് ഫെമിലിയർ ആയിരുന്നു. കാരണം ഈ പെറ്റ് സ്റ്റേഷൻ്റെയും യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ അവനിതിൽ പല ജീവികളും വളരെ ഫെമിലിയർ ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മക്കാവുവിനെയും പൈത്തണിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാനൊക്കെ സാധിക്കും. അതിന് ശരിക്കും വേറെ ചാർജാണ് ഇവർ ഈടാക്കുന്നത്. 100 രൂപയാണ് ഒരാൾക്ക് ഇതിലൊന്നിനെ ഒരു 5 മിനിറ്റ് എടുക്കുന്നതിനുള്ള ചാർജ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്യാറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കൂടുതലും ക്യാറ്റ്സൊക്കെ ഭയങ്കര ടയേർഡാണെന്ന് തോന്നി. നമുക്കിതിനെ വാങ്ങാനും സാധിക്കും കേട്ടോ. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നമ്മൾ കയറിയത്. ഒരുപാട് പേരുണ്ടായിരുന്നു. പലരും കിളികളെയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ചില ജീവികളെയൊക്കെ നോട്ട് ഫോർ സെയിൽ, ഓൺലി ഫോർ എക്സിബിഷൻ എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ക്യാറ്റ്സിനെയൊക്കെ ഒരുപാട് എണ്ണത്തിനെയും, എസ്പെഷ്യലി ഈ പേർഷ്യൻ ക്യാറ്റ്സിനെയൊക്കെ സെയിലിനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് പുറത്ത് വരുമ്പോൾ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റോളുകളിൽ ഇതിനുള്ള ഫുഡും അതേപോലെ ആക്സസറീസും ഒക്കെ വാങ്ങാനും കിട്ടുമായിരുന്നു. ഈ സാധാരണ നമ്മൾ പോകാറുള്ള എക്സിബിഷൻ മേളകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല വിശാലമായൊരു ഫുഡ് സ്റ്റോളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല വിശപ്പായതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് പാക്കറ്റ് ഫുഡുമായിട്ടൊക്കെ ഞാൻ വളരെ ബിസിയായി. ഋഷിയും ആദ്യം ഒരുപാട് വെറൈറ്റി ഓഫ് ഐസ്ക്രീംസും ഷേക്സും ജ്യൂസും ഇൻസ്റ്റൻറ്റ് സ്നാക്സും പിന്നെ സാലഡ്സ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള സാലഡ്സും കണ്ടു. അതൊക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആസ് യൂഷ്വൽ പാക്കറ്റ് ഫുഡാണ് വാങ്ങിയത്.
പിന്നെ ഗൃഹോപകരണങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ടീപ്പോകളും ട്രെൻഡിങ് ആയിട്ടുള്ള ടേബിളുകളും സ്റ്റഡി ടേബിളുകളും ഒക്കെ നല്ല നല്ല ഭംഗിയുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫാൻസി കടകളും ആസ് യൂഷ്വൽ ഫാൻസി കടകളും ടോയ് ഷോപ്പുകളും പാക്കറ്റ് ഫുഡ് സ്റ്റോറും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അട്രാക്റ്റീവായിട്ടുള്ളൊരു ഓഫേഴ്സൊന്നും ഉള്ള ഒരു സംഭവമൊന്നും എനിക്കവിടെ അങ്ങനെ അത്ര അട്രാക്റ്റീവായിട്ടുള്ള ഓഫറുകൾ ഉള്ളതൊന്നും എനിക്കങ്ങനെ കാണാൻ സാധിച്ചൊന്നുമില്ല. പിന്നെ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു, അവിടെയും വലിയ ഓഫറുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. നല്ല ഭംഗിയുള്ള വ്യത്യസ്തതയുള്ള രാജസ്ഥാനി ബാഗുകളുടെ ഒരു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ബാഗ് മാത്രമല്ല, ചെരുപ്പുകളും പേഴ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. രാജസ്ഥാനി ഷൂട്ടീസും പേഴ്സസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഈ സെയിൽസിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ പുറത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു നല്ല പാർക്ക് പോലെയുള്ളൊരു സെറ്റപ്പാണ്. ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട്. അതിൽ ഓരോന്നിലും കയറണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. എനിക്കെന്തോ അതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് പോന്നു. പുറത്താണെങ്കിൽ ചെടികളും ഈ കാർഷിക വിളകളുടെയൊക്കെ അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു നല്ല ഗാർഡനും നല്ലൊരു സെയിൽസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ ചെടികളും കുറേ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള പോട്ട്സുകളും ഫിഷ് പോട്ട്സുകളും അതുപോലെ പ്ലാന്റ് പോട്ട്സുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിവേ തിരിച്ചു പോകുമ്പോൾ നല്ലൊരു ഈവനിങ്ങിൻ്റെ എല്ലാ സന്തോഷവും മനസ്സിലുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സ്മിത.